നമസ്കാരം. അപ്പൊ നമ്മളുടെ ബിസിനസിന്റെ അകത്തെ ലിവറേജിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബിസിനസിന്റെ അകത്ത് പലതരം ലിവറേജസ് ഉണ്ടെന്നും അത് എങ്ങനെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഒരു 13 13 അസറ്റ് ലിവർ, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 13 അസറ്റ് ലിവേഴ്സ്. ഈ അസറ്റ് ലിവേഴ്സ് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളുടെ ബിസിനസ്സിൽ നമുക്ക് സമ്പത്ത് സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. അസറ്റ് ലിവേഴ്സ്. യെസ്, നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് ടൈം ഡസൻ കൗണ്ട്. ഒരു കാര്യം പഠിക്കുന്നതിൽ ആദ്യത്തെ തവണ പഠിക്കുന്നതിനെ പഠനമായി കണക്കാക്കരുത്. ഓക്കെ, ഇപ്പോ പല കാര്യങ്ങൾ ഇപ്പൊ കേൾക്കുമ്പോഴും ഇത് പഠിച്ചതാണല്ലോ, ഇത് ഞാൻ കേട്ടതാണല്ലോ, ഐ നോ ഇറ്റ്, അങ്ങനെ ഒരു ചിന്ത നമുക്ക് വേണ്ട. വി ഡോണ്ട് നോ, നമുക്കറിയില്ല. അന്ന് നമ്മൾ ബയാസ്ഡ് ആയിട്ടാണ് പഠിച്ചത്. നമ്മൾ ചില പ്രത്യേക സമയത്തോ അല്ലെങ്കിൽ പ്രത്യേക ചിന്തകൾ വെച്ചിട്ടായിരിക്കും പഠിച്ചത്. പക്ഷെ ഇന്ന് അത് നമ്മൾ ഒന്നുകൂടെ കേൾക്കുമ്പോൾ അത് നമുക്ക് തരുന്ന ഇൻസൈറ്റ്, അന്ന് കിട്ടിയത് നോളജ് ആണെങ്കിൽ ഇന്ന് കിട്ടുന്നത് വിസ്ഡം ആയിരിക്കും. ആദ്യത്തെ തവണ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അറിവാണെങ്കിൽ അത് വീണ്ടും അതേ കാര്യം വീണ്ടും പഠിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ജ്ഞാനം കിട്ടും, വിസ്ഡം. എന്ത് ചെയ്യണമെന്ന് പഠിക്കുന്നതാണ് നോളജ്, എന്ത് ചെയ്യരുതെന്ന് നമുക്ക് പറഞ്ഞു തരുന്നതാണ് വിസ്ഡം. സോ ഒരു കാര്യം 2, 3, 4 തവണ പഠിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് ജ്ഞാനം കിട്ടും, എന്ത് ചെയ്യരുത് എന്നുള്ളത് മനസ്സിലാവും. സോ അസറ്റ് ലിവർ 13 എണ്ണമാണുള്ളത്. അതിൽ ഒന്നാമത്തത് നമ്മൾ പഠിച്ചു. അസറ്റ് ലിവർ നമ്പർ 1 ഏതായിരുന്നു? യൂട്ടിലൈസേഷൻ. യൂട്ടിലൈസേഷൻ. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നമ്മളുടെ ബിസിനസ്സിൽ ഈ വർഷം 2025 നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന എന്ത് ലക്ഷ്യവുമായിക്കോട്ടെ, കിങ്സ് ക്ലബിൽ വന്നിരിക്കുന്ന എല്ലാവരുടെയും വിഷനിലേക്ക് എത്താൻ ഈ ഒരൊറ്റ ലിവർ മാത്രം യൂസ് ചെയ്താൽ മതി. യൂട്ടിലൈസേഷൻ. യൂസ് ദാറ്റ് തിങ് മോർ ഓഫൺ. വീണ്ടും 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 അത് ഉപയോഗിക്കാം. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് പഠിച്ചായിരുന്നു. നമുക്കറിയാം എന്തൊക്കെയാണ് യൂട്ടിലൈസേഷൻ്റെ അകത്ത് നമുക്ക് എടുക്കേണ്ടത്. 1 ഡേറ്റ, 2 ഡേറ്റാബേസ്. നമ്മുടെ കയ്യിൽ 2 അസറ്റുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. 1 ഡേറ്റ, മാർക്കറ്റിനെ കുറിച്ച് ഉള്ള അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ. ഡേറ്റയും ഡേറ്റാബേസും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഡേറ്റ ഈസ് അവൈലബിൾ ഫോർ എവരിബഡി. എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും. അതൊരു പഠന റിപ്പോർട്ടായിരിക്കാം, അതൊരു മാർക്കറ്റ് സ്റ്റഡി ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള ഒരു റിസർച്ച് മെറ്റീരിയൽ ആയിരിക്കാം. അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ആണ്, അനലറ്റിക്സ് ആണ് ഡേറ്റ. ഡേറ്റാബേസ് എന്താണ്? നമ്മളുടെ കയ്യിലിരിക്കുന്ന ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡേറ്റാബേസ്. ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡേറ്റയ്ക്ക് വിളിക്കുന്ന പേരാണ് ഡേറ്റാബേസ്. എന്താണ് ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മളുടെ കയ്യിലുള്ള? നമ്മൾക്ക് വന്നിരിക്കുന്ന എൻക്വയറീസ്, ലീഡ്സ്. എത്ര ലീഡ്സ് നമ്മുടെ കയ്യിലുണ്ട്? ദിസ് ഈസ് എ ഡേറ്റാബേസ്. എക്സിസ്റ്റിംഗ് ലീഡ്സ്. കഴിഞ്ഞ ക്യാമ്പയിനുകൾ നിങ്ങൾ നടത്തിയിരുന്ന സമയത്ത് വന്നിരിക്കുന്ന എൻക്വയറീസ്. അതല്ലെങ്കിൽ അന്ന് നമ്മളുടെ അടുത്തേക്ക് വന്ന് 1 ടൈം പർച്ചേസ് ചെയ്തിട്ട് പോയിട്ടുള്ള ന്യൂ കസ്റ്റമേഴ്സ്. അതല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് മേടിച്ചുകൊണ്ടിരിക്കുന്ന റീറ്റെയിൻഡ് കസ്റ്റമേഴ്സ്. അപ്പൊ നമുക്ക് നമ്മളുടെ ഡേറ്റാബേസിൽ എന്തെല്ലാം കാര്യങ്ങൾ കിടപ്പുണ്ട് അല്ലേ? കൺവേർട്ടഡ് ആകാതെ പോയിരിക്കുന്ന ലീഡ്സുകൾ ധാരാളമുണ്ട്. കൺവേർട്ടായി ഒരു തവണ മാത്രം നമ്മളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്ന ഒരുപാട് ഡേറ്റാബേസ്, ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഒരു തവണയെ കൂടുതൽ നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സിന്റെ ഡേറ്റ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മളൊരു കാര്യം പഠിച്ചു. നമ്മളുടെ സെയിൽസ് എന്ന് പറയുന്ന, നമ്മുടെ ബിസിനസ് എന്ന് പറയുന്ന ഈ വാഹനത്തിന് 5 ടയർ ആണുള്ളത് എന്ന് നമ്മൾ പഠിച്ചു. 5 ടയർ. അഞ്ചാമത്തെ ടയർ എന്താ? സ്റ്റെപ്പിനിയാണ്. ഒരു സ്റ്റെപ്പിനിയും 4 റണ്ണിങ് ടയേഴ്സിനെ കുറിച്ചും നമ്മൾ പഠിച്ചു. നമ്മൾ ഈ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ന്യൂ കസ്റ്റമർ, ന്യൂ ലീഡ്സ്, ഇതാണ് സ്റ്റെപ്പിനി. ഇത് ആക്ച്വലി വെറുതെ നമുക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടി മാത്രമാണ് ഈ ന്യൂ കസ്റ്റമർ എന്ന് പറയുന്നത്. പുതിയ കസ്റ്റമറുടെ പിന്നാലെ
മാത്രം പോയിക്കൊണ്ടിരുന്നാൽ യു ആർ യൂസിങ് സ്റ്റെപ്പിനി ഉള്ളി. സ്റ്റെപ്പിനി മാത്രം വെച്ചിട്ട് ഒറ്റ ടയറിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയായിരിക്കും. പുതിയ കസ്റ്റമറുടെ പിന്നാലെ മാത്രം പോവുകയാണ് എങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? നമുക്ക് എക്സിസ്റ്റിംഗ് ലീഡ്സിനെ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് പറ്റണം. എക്സിസ്റ്റിംഗ് എൻക്വയറീസ് ഇത് നമ്മളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. നമ്മൾ അതിനെ എന്ത് ചെയ്യണം? യൂട്ടിലൈസ് ചെയ്യണം. എക്സിസ്റ്റിംഗ് ക്ലയൻസിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റണം. റിറ്റൻഷൻ, അവരെ കൊണ്ട് വീണ്ടും 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 മേടിപ്പിക്കാൻ പറ്റണം. അങ്ങനെ എക്സിസ്റ്റിംഗ് ആയിട്ട് നമ്മളുടെ അടുത്തു നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് റെഫറൽസ് എടുക്കാൻ നമുക്ക് സാധിക്കണം. റെഫറൽസ് പണ്ടൊരു തവണ അല്ല 2 തവണ നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു, പിന്നീട് നമ്മളുടെ അടുത്തേക്ക് വന്നിട്ടില്ലാത്തവരെ റീആക്ടിവേറ്റ് ചെയ്യാൻ, റീആക്ടിവേഷൻ, അവരെ വിളിച്ചുണർത്തി വീണ്ടും കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഈ 4 ടയറിലായിരിക്കണം നമ്മളുടെ ബിസിനസ് ആകുന്ന വണ്ടി ഓടുന്നത്. പുതിയ ക്ലയന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ന്യൂ ക്ലയൻസിന്റെ പ്രത്യേകത എന്താ? ദേ ആർ സ്ട്രേഞ്ചേഴ്സ്, നമ്മളെ പരിചയമില്ലാത്ത ആളുകളാണ്. സ്ട്രേഞ്ചേഴ്സ് നമ്മളെ ഇഷ്ടപ്പെട്ട് വരാൻ ഇറ്റ് വിൽ ടേക്ക് ടൈം. അവർക്ക് കുറച്ച് സമയമെടുക്കും അവർക്ക് നമ്മളുടെ അടുത്തേക്ക് എത്താനായിട്ട്. റൈറ്റ്? നമ്മളിൽ കൺവിൻസ്ഡ് ആയി നമ്മൾ ഒരു സ്ട്രേഞ്ചറുടെ അടുത്ത് മാത്രം നിന്നിട്ട് ബിസിനസ് ചെയ്യുന്ന സമയത്താണ് നമ്മളുടെ സെയിൽസ് ഇങ്ങനെ പോകുന്നത്. ഒരു മാസം നല്ല സെയിൽ, അടുത്ത മാസം ഇല്ല, അതിൻ്റെ അടുത്ത മാസം ഉണ്ട്, അതിൻ്റെ അടുത്ത മാസം ഇല്ല, ഇങ്ങനെ സിക്സാഗിൽ പോകുന്നതിന്റെ റീസൺ യു ആർ ഗെറ്റിംഗ് ബിസിനസ് ഫ്രം സ്ട്രേഞ്ചേഴ്സ് ഓൺലി. ഏതെങ്കിലും ഒരു ടയറിന് ഒരു മാസം കാറ്റ് കുറഞ്ഞാൽ, പഞ്ചറായാൽ, പകരം റീഫില്ല് ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് മാത്രം, കുറച്ച് ദിവസത്തേക്ക് മാത്രം, കുറച്ച് മണിക്കൂറത്തേക്ക് മാത്രം എടുത്തിട്ട് ഓടിക്കാനുള്ളതാണ് ഈ സ്റ്റെപ്പിന്. നമ്മുടെ ബിസിനസ് റൺ ചെയ്യുന്നത് പ്രെഡിക്റ്റബിൾ ബിസിനസ് ആയി മാറണമെങ്കിൽ ഈ 4 ടയർ ഇട്ട് നമ്മളുടെ വണ്ടി ഓടിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ഒന്ന്, ഫോളോ അപ്പ്. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു ഹൗ ടു ഫോളോ അപ്പ് എ ലീഡ്സ്. ദെൻ retention, how to retain your client. Then referrals, how to get referrals from your satisfied customer. Then reactivation, ഒരിക്കൽ വന്ന് അല്ലെങ്കിൽ പലതവണ വന്നിട്ട് എന്തിൻ്റെയോ പേരിൽ ഇപ്പൊ അവരുടെ ടോപ്പ് ഓഫ് ദ മൈൻഡിൽ നമ്മളില്ല, അതുകൊണ്ട് മാത്രം നമ്മളുടെ അടുത്തേക്ക് വരാതിരിക്കുന്ന ആളുകളെ എങ്ങനെ റീആക്ടിവേറ്റ് ചെയ്യാം. ഇതാണ് ഡേറ്റാബേസിന്റെ യൂട്ടിലൈസേഷൻ. ഇന്ന് രാവിലെ എൻ്റെ ഒരു പഴയ സുഹൃത്ത്, പണ്ട് ഞങ്ങൾ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് ക്ലാസ്സുകളിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്, അന്നോട്ടിങ്ങനെ വാട്സപ്പിൽ കണക്റ്റഡ് ആണ്. ഇന്ന് രാവിലെ എനിക്കൊരു മെസ്സേജ്, 2 ദിവസം മുന്നേ എനിക്കൊരു മെസ്സേജ് ഇട്ടായിരുന്നു, യു ആർ ഡൂയിങ് ഓസം വർക്ക്, നിങ്ങൾ വേറെ ലെവലിലാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അനിൽ ഐ ആം വെരി പ്രൗഡ് ഓഫ് യു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്ന് രാവിലെ എനിക്കൊരു മെസ്സേജ് വന്നത്, എനിക്ക് ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് കിട്ടാൻ പറ്റുന്ന ഇൻവെസ്റ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് NRIs ഉണ്ടെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യണേ, 1 വർഷത്തേക്ക് മതി എനിക്ക് 10 ലക്ഷം രൂപ. എനിക്കറിയാവുന്നിടത്തോളം എന്നേക്കാൾ കൂടുതൽ വർഷമായിട്ട് ഇദ്ദേഹം ഈ മാർക്കറ്റിൽ നിൽക്കുന്ന ആളാണ്. ഹീസ് നോട്ട് എ ട്രെയിനർ, ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ്. ഒരു 10 ലക്ഷം രൂപയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ആവശ്യം. ഈ 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് എനിക്കറിയാം, ഏറ്റവും കുറഞ്ഞത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ മാർക്കറ്റിൽ നിൽക്കുന്ന ഒരു എക്സ്പേർട്ടാണ് പുള്ളിക്കാരൻ. ഇദ്ദേഹത്തിന് 10 ലക്ഷം രൂപ പെട്ടെന്ന് ആവശ്യമുണ്ട്. അതുണ്ടാക്കാൻ എന്തുകൊണ്ട് ഈസ് നോട്ട് തിങ്കിങ് അബൌട്ട് യൂട്ടിലൈസേഷൻ. എക്സിസ്റ്റിംഗ് ആയിട്ട് ഇങ്ങേരുടെ കയ്യിലിരിക്കുന്ന ഒരു 3 ലീഡ്സ് കൺവേർട്ട് ചെയ്താൽ മതി ഈ 10 ലക്ഷം രൂപ ഉണ്ടാക്കാൻ. അതിനെന്തിന് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പം നമ്മുടെ കഴുത്ത് കൊണ്ടുപോയി ഒരുത്തന്റെ കഷത്ത് വെച്ച് കൊടുക്കുക, എന്തിന് നമ്മുടെ തല കൊണ്ടുപോയി അവിടെ വെച്ച് കൊടുക്കണം? വെൻ യു ക്യാൻ യൂട്ടിലൈസ് യുവർ ഡേറ്റാബേസ്. അതല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന്റെ അടുത്ത്, ഓക്കെ ഇപ്പൊ 1 ഇയറിലേക്കാണ് വേണ്ടത്, ഓക്കെ ഇപ്പൊ എന്തായാലും ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ റോഹിത് ചേട്ടൻ എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എൻ്റെ ക്ലയന്റ് ആണ്, ഞാൻ പറയാണ് ഓക്കെ എഡ്യൂഫ്ലെയർ
അടുത്ത ഒരു വർഷത്തേക്കുള്ള കോൺട്രാക്ട് നമുക്ക് സൈൻ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന 50,000 ആണ്. നമ്മളത് വൺ ടൈം എഗ്രിമെന്റ് സൈൻ ചെയ്യുകയാണെങ്കിൽ ഓക്കെ 3.6 lakhs 30,000 രൂപ പെർ മന്ത് വെച്ചിട്ട് ഞാൻ ചെയ്യാൻ റെഡിയാണ്. ബട്ട് ഐ നീഡ് അപ്പ് ഫ്രണ്ട് പേയ്മെന്റ്. 3 എക്സിസ്റ്റിംഗ് ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് മേടിച്ചാൽ കിട്ടുന്നതാണ് ഈ 10 ലക്ഷം രൂപ. അതല്ലെങ്കിൽ ഇനി അത് വേണ്ട, റോഹിത് ചേട്ടനെ പോലെ സാറ്റിസ്ഫൈഡ് ആയി നിൽക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് റോഹിത് ചേട്ടാ എനിക്കൊരു 3 ക്ലയന്റിനെ ഒന്ന് റെഫർ ചെയ്യുമോ, എനിക്ക് ഇങ്ങനെ ഒരു പുതിയ പ്രൊജക്റ്റ് വരുന്നുണ്ടായിരുന്നു, അതിലേക്ക് എനിക്ക് ഫണ്ടിന്റെ ആവശ്യമുണ്ട്, അപ്പോൾ എനിക്ക് അറിയാലോ നമ്മൾ കൊടുക്കുന്ന സർവീസ് എന്താണെന്ന്, അതിലേക്ക് റോഹിത് ചേട്ടന്റെ പരിചയത്തിൽ എനിക്കൊരു 3 പേരെ റെഫർ ചെയ്യാമെങ്കിൽ വളരെ ഉപകാരമായിരുന്നു കേട്ടോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ അത് ചെയ്തു തരാം. അതല്ലെങ്കിൽ പണ്ട് വന്നുകൊണ്ടിരുന്ന ക്ലയൻസ് അവരിപ്പോ വരുന്നില്ല, അവരെ ഒന്ന് വിളിച്ചാൽ അത് കിട്ടും. എനിക്കറിയാം കുറെ നാളായിട്ട് ഇതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഇതിൽ നിന്ന് ആ 10 ലക്ഷം രൂപ കിട്ടുന്നില്ല. ഏത്? ന്യൂ ക്ലയൻസിൽ നിന്ന്. അപ്പോഴാണ് അടുത്ത ചിന്ത പോകുന്നത് ഏതിലേക്ക്? ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ കടം മേടിക്കാം, ഇല്ല ലോൺ എടുക്കാം. ഈ ഇത്രയും സാധനം കയ്യിൽ വെച്ചിട്ടാണ് നിങ്ങൾ കടം മേടിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല ബിസിനസ്സിൽ എന്തിനാണ് നിങ്ങൾക്ക് കടം എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. വെൻ യു ഹാവ് ദിസ് അസറ്റ് വിത്ത് യു, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ലീഡ്സ് നിങ്ങളുടെ കയ്യിലുള്ളപ്പോ, എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് കയ്യിലുള്ളപ്പോ, എക്സിസ്റ്റിംഗ് റെഫറൽസ് കയ്യിലുള്ളപ്പോ എന്തിന് നിങ്ങൾക്കിനി കടം? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് ഈ സ്ട്രഗിളിങ് ആളുകൾ രക്ഷപ്പെടാത്തത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോ രാവിലെയാണ് എനിക്ക് ഈ മെസ്സേജ് ഞാൻ കാണുന്നത്. ആ മെസ്സേജ് വന്നു കഴിഞ്ഞ് 7:31 ഞാൻ അതിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ്. ഞാൻ അയക്കുന്നത് ഇതാണ്, ഇന്നത്തെ ക്ലാസിന്റെ ലിങ്ക് എടുത്ത് അയച്ചു കൊടുക്കുന്നു. കിങ്സ് ക്ലബിലൊന്നും ഇല്ല പുള്ളി. എന്നിട്ട് ഞാൻ പറയാണ് മറ്റേ 10 ലക്ഷം രൂപ ചോദിച്ചതിന്റെ മറുപടിയാണിത്. ഇപ്പോ ഒരു ലൈവ് സെഷൻ ഉണ്ട് 9:30 ഓക്കെ, ലെറ്റ് മീ നോ ഇഫ് യു ആർ അറ്റൻഡിങ്. ഈ ലോൺ എടുക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് കടം മേടിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എനിക്ക് പുള്ളിയുടെ മറുപടി, നൗ ഐ എം ഇൻസൈഡ് ദ പ്രോബ്ലംസ്, വെൻ ഐ എം ബാക്ക് ഐ വിൽ അറ്റൻഡ് ദ പ്രോഗ്രാം. ഞാനിപ്പോ പ്രശ്നത്തിലാണ്, ഈ പ്രശ്നമൊക്കെ ഒന്ന് തീർന്നു കഴിഞ്ഞിട്ട് വേണം എനിക്ക് അനിലിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ. പ്രശ്നങ്ങൾ തീർന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് അനിൽ? പ്രശ്നങ്ങൾ തീർന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് പഠനം? ആ പ്രശ്നം പരിഹരിക്കാനല്ലേ പഠിക്കേണ്ടത്? ആ പ്രശ്നം പരിഹരിക്കാനല്ലേ പഠിക്കേണ്ടത്? അപ്പൊ ഞാൻ ഒറ്റ മറുപടി കൊടുത്തോളൂ, ട്രാൻസ്ഫോർമേഷൻ ഡസൻ ഹാപ്പൻസ് ഇൻ ഐസൊലേഷൻ. ഒറ്റയ്ക്കിരുന്നാൽ ട്രാൻസ്ഫോർമേഷൻ നടക്കില്ല. നിങ്ങൾക്ക് ഈ പ്രശ്നം തനിയെ പരിഹരിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്കത് പരിഹരിക്കാൻ ഉള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ഒന്ന് എപ്പോഴേ നിങ്ങളത് പരിഹരിച്ചേനെ. മാത്രമല്ല ഒരിക്കലും ഈ പ്രശ്നത്തിൽ പോയി നിങ്ങൾ പെടത്തുമില്ലായിരുന്നു. നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. റോഹിത് ചേട്ടാ, ഞാൻ ആ അയച്ചു കൊടുത്ത ലിങ്കിൽ ഈ ഒരൊറ്റ കാര്യം 1 മിനിറ്റ് കേട്ടാൽ മതി. 10 ലക്ഷമല്ല 1 കോടി രൂപയുടെ സാധനം എൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന തിരിച്ചറിവ്. ഇതാണ് വിസ്ഡം, ഇതാണ് വിസ്ഡം. അവിടെ വെച്ച് കിട്ടിയേനെ. അപ്പം ചിലരുടെ കാര്യം അങ്ങനെയാ. ഈ ദൈവം തമ്പുരാൻ ഇങ്ങനെ ചവിട്ടി പിടിച്ചു വെച്ചിരിക്കുക, ഒരു കാരണവശാലും നീ ഇപ്പോഴേ രക്ഷപ്പെടരുത് എന്ന് പറഞ്ഞു. അവരെ രക്ഷപ്പെടുത്താൻ ഇനി പടച്ചോൻ തന്നെ വിചാരിക്കണം. ഞാൻ ആ അയച്ചു കൊടുത്ത ലിങ്കിൽ കേറിയിട്ടുണ്ടെങ്കിൽ ഈ 10 ലക്ഷം ഒന്നും ഇന്നു തൊട്ട് പുള്ളിക്കൊരു പ്രശ്നമല്ല. കേറിയിട്ടില്ലെങ്കിൽ ഈ അസറ്റുകൾ കയ്യിൽ വെച്ചിട്ട് ചെറിയൊരു പൈസ തിരക്കി നടക്കുന്ന എന്തൊരു ഗതികേടാണല്ലേ. ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞത്, നിങ്ങളിൽ എത്ര പേർ ഈ അസറ്റ് കയ്യിൽ വെച്ച് ഇപ്പൊ തോന്നിയില്ലേ അവൻ എന്ത് മണ്ടനാണെന്ന്? അതേ ചോദ്യം നിങ്ങളോട്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ 4 അസറ്റുകൾ എടുത്താൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും? നിങ്ങൾ ഇതിനെയൊക്കെ നമ്പറായി കാണുന്നത് കൊണ്ടാണ് കുഴപ്പം. എൻ്റെ കയ്യിൽ ഇത്ര ലീഡ്സ് ഉണ്ട്, ഓക്കെ 125 ലീഡ്സ് ഉണ്ട്. എനിക്ക് എക്സിസ്റ്റിംഗ് വീണ്ടും വീണ്ടും മേടിച്ചുകൊണ്ടിരിക്കുന്ന 100 കസ്റ്റമേഴ്സ് ഉണ്ട്. എൻ്റെ അടുത്ത് എനിക്ക് റെഫറൽസ് എടുക്കാനാണെങ്കിൽ ഒരു 300 റെഫറൽസ് എനിക്ക് എടുക്കാൻ പറ്റും. ഈ 100 ക്ലയന്റിൽ നിന്ന് 3 റെഫറൽസ് വീതം മേടിച്ചാൽ 300 റെഫറൽസ് എനിക്ക് കിട്ടും. റീആക്ടിവേറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ എൻ്റെ പഴയ 100 പേരെ കൊണ്ടുവന്നാൽ മതി. 100, 400, 500, 620. നിങ്ങൾ ഈ 620 എന്ന നമ്പറായി ഇതിനെ കാണുന്നതാണ് കുഴപ്പം.
620 എന്ന നമ്പറിന് പകരം ഈ ഒരു ക്ലയന്റ് എൻ്റെ ബിസിനസ്സിലേക്ക് ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ എന്താണ് അയാളുടെ LTV? എന്താണ് LTV? ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ. ലൈഫ് ടൈം വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർ എൻ്റെ അടുത്തേക്ക് വന്നാൽ എത്ര രൂപ വരെ അയാളുടെ ലൈഫ് ടൈമിൽ അയാൾ നമ്മളുടെ ബിസിനസ്സിൽ സ്പെൻഡ് ചെയ്യും, ചെലവാക്കും, എനിക്ക് തരും. അതാണ് LTV. റോയ് ചേട്ടൻ എന്ന് പറയുന്ന ഒരു ക്ലയന്റ്, റോയി എന്ന് പറയുന്ന ആള് ആദ്യത്തെ പ്രോഗ്രാമിന് വരുന്നത് വെറും 10,000 രൂപ മുടക്കിയിട്ടായിരിക്കും. ഈ പറയുന്ന രീതിയിലാണ് ഞാൻ റോയിയെ കാണുന്നതെങ്കിൽ ആദ്യം പറഞ്ഞ രീതിയിൽ റോയി ഈസ് ജസ്റ്റ് എ നമ്പർ, ഒരു ലീഡ്. ഒരു ലീഡായിട്ട് കാണുന്നതും അതിനെ 10,000 രൂപയായിട്ട് കാണുന്നതും ഡിഫറെന്റാ. ഈ 10,000 തരുന്ന അതേ റോയി എനിക്ക് കിങ്സ് ക്ലബിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും, 2 lakhs. ഇതേ റോയിയെ എനിക്ക് കിങ് മേക്കേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും, 15 lakhs. ഇതേ റോയിയെ എനിക്ക് ഇൻവെസ്റ്റേഴ്സ് ക്ലബിലേക്ക് കൊണ്ടുവരാൻ പറ്റും, 25 lakhs. റോയിയുടെ ലൈഫ് ടൈം വാല്യൂ എന്ന് പറയുന്നത് 42,10,000 രൂപ. 42,10,000 രൂപയാണ് റോയി എന്ന് പറയുന്ന ഒരു നമ്പറായി നിങ്ങൾ കാണുന്ന ആളിന്റെ വാല്യൂ, ലൈഫ് ടൈം വാല്യൂ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ 420 നമ്പേഴ്സ് നോക്കിക്കഴിയുമ്പോൾ, ഞാൻ എൻ്റെ ലീഡ്സ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, എൻ്റെ ലീഡ്സ് മാത്രം വെച്ചിട്ട് ഞാൻ പറയുന്നു, എൻ്റെ കയ്യിലിരിക്കുന്ന ഇത് ഇന്ന് 375 കോടി രൂപയുടെ ലീഡ്സ് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന പാകത്തിൽ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. 1000 കോടിക്ക് മുകളിലുള്ളതുകൊണ്ട് അതിൽ നിന്ന് എനിക്ക് എൻ്റെ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന 375 കോടി രൂപയുടെ ബിസിനസ് അടുത്ത 3 വർഷത്തിൽ 2028 ജനുവരി 1 മുന്നേ 375 കോടി രൂപയുടെ ബിസിനസ് കൊണ്ടുവരാൻ പറ്റുന്ന ഇത്രയും പേര് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് ഇതില്ലേ, ന്യൂ ലീഡ്സ് ഇല്ലേ? ഈ 4 ടയറിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ 8 വർഷത്തിൽ എനിക്ക് നടക്കാത്ത ബിസിനസ് കഴിഞ്ഞ 1 വർഷം കൊണ്ട് ഇവരിൽ നിന്ന് എനിക്ക് കിട്ടി. പതുക്കെ 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 ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലായി, അവർ തിരിച്ചു വരാനും തുടങ്ങി, സ്റ്റെപ്പിനി ഫുള്ളാകാൻ തുടങ്ങി. എൻ്റെ ചോദ്യം, ഈ അസറ്റ് കയ്യിൽ വെച്ചിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളൊക്കെ? ഈ അസറ്റ് നിങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ് നിങ്ങൾ? നിങ്ങളുടെ കയ്യിൽ ഇന്നിരിക്കുന്ന ഈ 4 ടയറിന്റെ ലൈഫ് ടൈം വാല്യൂ നോക്കിക്കഴിഞ്ഞുണ്ടല്ലോ, അതും ഇവരൊന്നും സ്ട്രേഞ്ചേഴ്സ് അല്ലേ, ദേ ആർ ഫെമിലിയർ വിത്ത് യു. ഇവർക്ക് ഓൾറെഡി നിങ്ങളെ അറിയാം, ദേ ഓൾറെഡി ട്രസ്റ്റ് യു. ജസ്റ്റ് എ മാറ്റർ ഓഫ് യൂസിങ് ഇറ്റ്, യൂട്ടിലൈസേഷൻ. എന്തെങ്കിലും ഒരു പുതിയ പ്രൊഡക്റ്റോ സർവീസോ കൊടുത്താൽ ചിലപ്പോൾ ഇവരെ കൺവേർട്ട് ആക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു പുതിയ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിന് തന്നെ ഒരു ഓഫർ സെറ്റ് ചെയ്താൽ ഇവരെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിൽ തന്നെ ചെറിയൊരു ഓഫർ സെറ്റ് ചെയ്താൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ കൂട്ടത്തിൽ നിന്ന് തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് ടെസ്റ്റിമോണിയൽസ് മേടിച്ചിട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളുടെ മെയ് 28, 31 നടക്കാൻ പോകുന്ന, കൊച്ചിയിലും ദുബൈയിലും നടക്കാൻ പോകുന്ന പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ സെയിൽ വന്നിരിക്കുന്നത് ആഫ്റ്റർ സീയിങ് ടെസ്റ്റിമോണിയൽസ് ഫ്രം മൈ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്. റോയ് ചേട്ടന്റെയും എഹിയക്കയുടെയും അസ്മലിക്കയുടെയും മുജീബിക്കയുടെയും ഒക്കെ ടെസ്റ്റിമോണിയൽസിൽ നിന്നാണ് അടുത്ത ഏറ്റവും കൂടുതൽ ആളുകൾ കൺവേർട്ടായി വന്നിരിക്കുന്നത്. വാട്ട് ഈസ് ടെസ്റ്റിമോണിയൽ? യൂട്ടിലൈസേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് സാറ്റിസ്ഫൈഡ് കസ്റ്റമർ. യൂട്ടിലൈസേഷൻ. ഗൂഗിൾ റിവ്യൂ കഴിഞ്ഞ 10 ദിവസമായതേ ഉള്ളൂ നമ്മൾ ആ അസറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഓരോ ദിവസവും ഏറ്റവും കുറഞ്ഞ 5 പേര്, കിങ്സ് ക്ലബിലുള്ള 5 പേര് ഗൂഗിളിൻ്റെ അകത്ത് റിവ്യൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. 5-ൽ കൂടുതൽ ഇടത്തില്ല, കാരണം അത് റിജക്റ്റ് ആയി പോകും. 5 റിവ്യൂസ് വീതം പെർ ഡേ കഴിഞ്ഞ 10 ദിവസമായി കൺസിസ്റ്റന്റ് ആയി ഇട്ടുകൊണ്ടിരിക്കുകയാണ്, ഇടിയിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇടത്തില്ലാരും ഇടിയിപ്പിക്കണം. വാട്ട് ഈസ് ദാറ്റ്? You are building an asset. I am not just running a business, I am building asset. This is my asset. റോയ് ചേട്ടൻ എൻ്റെ അസറ്റാ, എഹിയക്ക എൻ്റെ അസറ്റാ. Are you using it? Are you using it? That's my question.
So data and database. What about utilization of relationship? Are you utilizing relationship? നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ? നിങ്ങളൊരു പ്രശ്നത്തിൽ നിൽക്കുകയാണ്, നിങ്ങളെ ഒരു രൂപ പോലും മേടിക്കാതെ ഉപദേശങ്ങൾ കൊണ്ട് സഹായിച്ച് കരകയറ്റാൻ പറ്റുന്ന, കൈക്ക് പിടിച്ച് കൂടെ കയറ്റാൻ പറ്റുന്ന എത്രയോ പരിചയക്കാർ നിങ്ങൾക്കുണ്ട്. യു ഡോണ്ട് നോ ഹൗ ടു യൂട്ടിലൈസ് ദാറ്റ് റിലേഷൻഷിപ്പ്. കാരണം ഈ ഒരു ഹെൽപ്പ് ചോദിക്കുന്നത് എന്തോ ഒരു കുറവ് പോലെയാണ്, ഒരു വീക്ക്നെസ് ആയിട്ടാണ് നമ്മൾ കണ്ടുവച്ചിരിക്കുന്നത്. എനിക്കൊരു കാര്യമുണ്ട്, ഇതൊന്ന് ചെയ്തേക്കോ, അല്ലെങ്കിൽ എനിക്കൊരു കാര്യമുണ്ട്, എനിക്ക് അതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നത് എൻ്റെ എന്തോ ഒരു വീക്ക്നെസ് ഞാൻ എക്സ്പോസ് ചെയ്യുന്ന പോലെയാണ് നമ്മളിൽ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. നോ, ഇറ്റ് ഈസ് നോൺ ആസ് യൂട്ടിലൈസേഷൻ. അതിൻ്റെ പേരാണ് യൂട്ടിലൈസേഷൻ. എത്ര പേരുണ്ടെന്നറിയോ നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന, നിങ്ങളുടെ സമയം ലാഭിക്കാൻ പറ്റുന്ന, നിങ്ങളുടെ പണം ലാഭിക്കാൻ പറ്റുന്ന എത്രയോ പേരുണ്ട്. എത്ര കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് ഒരു ജോയിന്റ് വെഞ്ചർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നറിയോ? സോ ആർ യു യൂസിങ് യുവർ ഡേറ്റ? ആർ യു യൂസിങ് യുവർ ഡേറ്റാബേസ്? ആർ യു യൂസിങ് യുവർ റിലേഷൻഷിപ്പ്? ആൻഡ് നെക്സ്റ്റ് അസറ്റ് ഈസ് സ്റ്റോറി. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഒരു കഥയുണ്ട്. നിങ്ങളുടെ ഈ പ്രൊഡക്റ്റ് ഉണ്ടായ ഒരു കഥയുണ്ട്. നിങ്ങളുടെ ഈ ബിസിനസ് ഉണ്ടായ ഒരു കഥയുണ്ട്. നിങ്ങളുടെ ബ്രാൻഡിന് പിന്നിൽ ഒരു കഥയുണ്ട്. നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഉള്ള സക്സസ് സ്റ്റോറികളായിട്ടുള്ള ഒരുപാട് കഥകൾ നിങ്ങളുടെ കയ്യിലുണ്ട്, ലൈക്ക് ടെസ്റ്റിമോണിയൽസ്. ആർ യു യൂസിങ് ദാറ്റ് സ്റ്റോറീസ്? അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ കഥ നിങ്ങൾ ആരോടെങ്കിലും പറയുന്നുണ്ടോ? നമ്മൾ പറഞ്ഞില്ലെങ്കിൽ they will ask you. എൻ്റെ കഥ ഞാൻ പറഞ്ഞില്ലെങ്കിൽ നാട്ടുകാർ ഇത് ഊഹിക്കുമെന്നേ. എൻ്റെ നാട്ടിൽ ആര് 10 രൂപ ഉണ്ടാക്കിയാലും അപ്പം നാട്ടുകാർ പറയുന്ന പരിപാടിയുണ്ട്, അത് അവൻ അവിടെ പോയി അറബിയെ പറ്റിച്ചതാ, അല്ലെങ്കിൽ കള്ള് കച്ചവടം നടത്തിയല്ല, കഞ്ചാവ് കച്ചവടം നടത്തിയല്ല, പലിശയ്ക്ക് കൊടുത്തതാ എന്ന് എന്തെങ്കിലും ഒരു മുദ്ര കുത്തും അവന്റെ മണ്ടയ്ക്ക്. എൻ്റെ കാര്യത്തിൽ മാത്രം ആ നാട്ടുകാർക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഐ ഹാവ് എ സ്ട്രോങ് പവർഫുൾ സ്റ്റോറി. ആ സ്റ്റോറി ആര് പറഞ്ഞതാ? ഞാൻ പറഞ്ഞതാ. എൻ്റെ കഥ ഞാൻ പറയുമ്പോഴത്തെ ഗുണം എന്താണെന്നറിയോ? ആ കഥയ്ക്കകത്ത് എപ്പോഴും നായകൻ ഞാനായിരിക്കും. വേറെ ആര് കഥ പറഞ്ഞാലും ആ കഥയിലെ നായകൻ അവരും, വില്ലൻ ഞാനും ആയിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? കഥ പറയണം. എൻ്റെ ചോദ്യം ഇതാണ്, ആർ യു യൂസിങ് ദിസ് അസറ്റ്? ഈ അസറ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ? സ്റ്റോറി. യുവർ ടീം, ഇറ്റ്സ് ആൻ അസറ്റ്. ഇത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ? യുവർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അസറ്റ്, യുവർ ടീം. ആർ യു യൂസിങ് ദം? അവരെ കൃത്യമായി ഉപയോഗിക്കാൻ നിങ്ങൾക്കറിയാവോ? റൈറ്റ് പീപ്പിളിനെ റൈറ്റ് സീറ്റിൽ ഇരുത്താൻ നിങ്ങൾക്കറിയാവോ? കൃത്യമായി അവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ നിങ്ങൾക്കറിയാവോ? നിങ്ങളുടെ കൂടെ ഇന്ന് ശമ്പളം കൊടുത്ത് നിങ്ങൾ ഇരുത്തിയിരിക്കുന്നവരെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾക്കറിയാവോ? എത്ര എഫിഷ്യൻസി ഉണ്ട്? നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് ഒരു 5 ആണെങ്കിൽ വാട്ട് ഈസ് ദെയർ ഔട്ട്പുട്ട്? ഇസ് ഇറ്റ് 10? 10 അല്ലെങ്കിൽ ദേ ആർ അണ്ടർ യൂട്ടിലൈസ്ഡ്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് 5ഉം അവന്റെ ഔട്ട്പുട്ട് 2 ആണെങ്കിൽ ഹീസ് എ ലോസ് മേക്കിംഗ് എംപ്ലോയി. എൻ്റെ ചോദ്യം എന്താണ്? എത്ര ലോസ് മേക്കിംഗ് എംപ്ലോയീസ് നിങ്ങൾക്കുണ്ട്? 8 ഔട്ട് ഓഫ് 10 ലോസ് മേക്കിംഗ് ആണ്. 80% ഓഫ് യുവർ എംപ്ലോയീസ് ദേ ആർ ജസ്റ്റ് ആവറേജ് ഓർ ബിലോ ആവറേജ്. അത് അവരുടെ കുഴപ്പമല്ല, നിങ്ങൾക്ക് അവരെ യൂട്ടിലൈസ് ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ് സത്യം. യു ആർ നോട്ട് യൂട്ടിലൈസിങ് ദം. സോ വാട്ട് ഈസ് യൂട്ടിലൈസേഷൻ? നമ്മളുടെ കയ്യിലുള്ള ഓരോ കാര്യങ്ങളും, നമ്മൾ എന്ത് കാര്യം ചെയ്താലും, വാട്ട് ഈസ് ദ ഹയസ്റ്റ് ആൻഡ് ബെസ്റ്റ് യൂസ് ഓഫ് ദിസ് അസറ്റ്? ഈ ചിന്തയാണ്, ഈ ചിന്ത ഓഫ് എ ഫൗണ്ടർ, ഓഫ് എ വിഷണറി. വാട്ട് ഈസ് ദ ബെസ്റ്റ് ആൻഡ് ഹയസ്റ്റ് യൂസ് ഓഫ് ദിസ് അസറ്റ്? ഈ അസറ്റിനെ എനിക്ക് ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം? ഈ ചിന്തയായിരിക്കണം നമുക്ക് വരുന്നത്. ആ ചിന്തയിൽ നിന്നാണ് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്ന ആ ലിവറേജ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു നമ്മള്
കിങ്സ് ക്ലബിൽ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് വരുന്ന ബോർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇവിടെ ഇപ്പം നമ്മൾ ആക്ച്വലി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനും ആക്ച്വലി വർഷങ്ങളായിട്ട് ഇപ്പം കിങ്സ് ക്ലബിന്റെ കൂടെ ഉള്ള ആളാണ്. എന്നാലും ഇപ്പം ഈ ഒരു ടോപ്പിക് എനിക്ക് നമ്മുടെ കമ്പനിക്ക് തന്ന പവർ പറയാൻ തീരില്ല. അത്രയ്ക്ക് പവർഫുൾ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. കാരണം ഇത് മാത്രം നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നുള്ള. ഞാനൊരു ചെറിയൊരു കഥയോടെ തുടങ്ങാം. ശരിക്കും സത്യത്തിൽ ഒരു ബിസിനസ്സുകാരൻ ഒരിക്കലും ഒരു ട്രെഡ്മില്ല് മേടിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും വീട്ടിൽ പല ത്രെഡ്മില്ലൊക്കെ. അതിലെല്ലാ ഫീച്ചറുകളും ഉണ്ട്. അതായത് അതിനകത്ത് നമുക്ക് ഹാർട്ട് റേറ്റ് അളക്കാം, നമ്മുടെ ഓടുന്നതിൻ്റെ കണക്ക് കിട്ടും, നമുക്ക് സ്മാർട്ട് വാച്ചിലേക്ക് നേരെ കണക്ട് ചെയ്ത് കിട്ടും. പക്ഷെ ഒരു 3 ആഴ്ച 4 ആഴ്ച കഴിഞ്ഞപ്പം ഈ ത്രെഡ്മില്ലിൽ നമ്മൾ ഷർട്ട് തൂക്കിയിടാനായിട്ട് തുടങ്ങും. ബേസിക്കലി അത് ഉപയോഗിക്കാതെ ഇരിക്കാനായിട്ട് തുടങ്ങും. ശരിക്കും ഇതൊരു നമ്മുടെ എല്ലാവരുടെയും കഥയാണ്. നമ്മളെല്ലാവരും ഗ്രോത്ത് ചേസ് ചെയ്യും, പുതിയ ടെക്നോളജി ഇൻവെസ്റ്റ് ചെയ്യും, പുതിയ ടാലൻസ്, അപ്പം പറഞ്ഞ പോലെ പുതിയ ടാലന്റിനെ തപ്പിപ്പോവും, പുതിയ സിസ്റ്റം ഉണ്ടാക്കാനായിട്ട് പോകും. പക്ഷെ നമ്മൾ ഇടയ്ക്കൊന്ന് നിർത്തിയിട്ട് ഇപ്പൊ ഈ സാറിപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊന്ന് നിർത്തിയിട്ടൊന്നും ആലോചിക്കാറില്ല നമ്മൾ ഇത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ. അപ്പം ഇത് എൻ്റെ സ്വന്തം ജേണിയിൽ, നിങ്ങളുടെ ഓരോരുത്തരും ജേണിയിൽ ഒരു പക്ഷേ നമുക്ക് ഇത് ഡിസ്കവർ ചെയ്യാൻ പറ്റി. നമുക്ക് ഈ നമ്മുടെ കയ്യിൽ ഈ അസറ്റ്സ് ഇല്ലാത്തതല്ല നമ്മുടെ കുഴപ്പം, നമ്മൾ ശരിക്കും ഇത് യൂട്ടിലൈസ് ചെയ്യാത്തതാണ്. നമുക്ക് ഇപ്പം നമ്മൾ ഓരോ ലിസ്റ്റ് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റാബേസ് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന 4 ലെയർ പോലത്തെ ഡാറ്റാബേസിൻ്റെ അകത്ത് നിന്ന് റീറ്റെയിൻ ചെയ്യുന്നുണ്ടോ, നമ്മൾ ഒരുപാട് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടാവും, ഈവൻ ഇൻക്ലൂഡിങ് പല സോഫ്റ്റ്വെയറിൻ്റെയും, അതൊക്കെ നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ടീമിനെ നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ഓഫീസ് സ്പേസ് നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ടോ. ഇത് ശരിക്കും ഒരു ഐ ഓപ്പണർ ആയിരുന്നു ഞാനപ്പം അത് ചെയ്തത് ഒരു ഒരു വളരെ സിമ്പിളായിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, ചെറിയൊരു ലിസ്റ്റ്. അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങൾ, സോഫ്റ്റ്വെയർ, നമ്മൾ ഉപയോഗിക്കുന്ന ഓഫീസ്, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ടെക്നോളജി, ആൾക്കാർ, എല്ലാത്തിനും ഒരു ചെറിയ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനെല്ലാം ഒന്ന് മാർക്ക് കൊടുത്തു. ഈ ആഴ്ച ഞാനത് ഗുഡാണോ ബാഡാണോ അതോ പുവറാണോ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇത് എടുത്ത് നോക്കിയപ്പം ശരിക്കും ഞെട്ടിക്കുന്ന ഒരു എക്സ്റേ റിപ്പോർട്ട് പോലെ വളരെ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇത് നോക്കി എല്ലാ ആഴ്ചയും യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് എത്രത്തോളം ഗുണം കിട്ടുമെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഈവൻ ഇൻക്ലൂഡിങ് ഒരു ഞാൻ കഴിഞ്ഞ ദിവസം സാർ പറയാം, അത് ശരിക്കും വളരെ ആവേശത്തോടെ ഇത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം. കാരണം ഇതൊരൊറ്റ കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി വൃത്തിയാകുന്നതായിട്ടും നമുക്ക് യൂട്ടിലൈസ് ചെയ്യുന്നതായിട്ടും മനസ്സിലാവും. അപ്പം ഒരു ചെറിയൊരു എക്സാമ്പിൾ മാത്രം, നമ്മുടെ ആരുടെയും കയ്യിൽ ബിസിനസ്സിൽ വർക്കിംഗ് ക്യാപിറ്റൽ കഴിഞ്ഞൊരു 10,000 രൂപയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതുപോലും അണ്ടർ യൂട്ടിലൈസ്ഡ് ആണ്. ആ മിച്ചം വരുന്ന 10,000 രൂപ നമുക്കൊന്ന് മാറ്റി ഒരു ഷോർട്ട് ടേം ഫണ്ടിലേക്ക് ഇട്ടാൽ നമുക്കൊരു ഫോൺ ബിൽ അടയ്ക്കാനുള്ള പൈസ അതിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇത് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഒരു ബാങ്കറിൻ്റെ കൂടെ ഇരുന്നപ്പം ശരിക്കും ഞെട്ടിക്കുന്ന ഒരു വിവരം എനിക്ക് കിട്ടിയത്. എൻ്റെ ഫോൺ ചാർജ് അടയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാത്ത എൻ്റെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബാലൻസ് കൊണ്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ഓരോ കാര്യങ്ങളും. അപ്പം ചുരുക്കത്തിൽ നമ്മുടെ ഒരു മെഷീൻ ആണെങ്കിൽ നമുക്ക് 2 രീതിയിൽ തീരാം. നമ്മൾ ഏതായാലും എന്താ പറയുക, നമ്മൾ ചിരഞ്ജീവികളല്ല ആരും. നമുക്ക് 2 രീതിയിൽ നമുക്ക് അവസാനിക്കാം. ഒന്നെങ്കിൽ നമുക്ക് തേഞ്ഞ് തീരാം, അല്ലെങ്കിൽ നമുക്ക് തുരുമ്പിച്ച് തീരാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ പഠിക്കും നമുക്ക് എങ്ങനെ തേഞ്ഞ് ഓരോന്നും തീരാന്നുള്ളതാണ്, എങ്ങനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം, മിസ്യൂസ് ചെയ്യല്ല, യൂട്ടിലൈസ് ചെയ്യാം. ഇത് വളരെ പവർഫുൾ ടൂളാണ്. അനിൽ സാർ, താങ്ക് യു വെരി മച്ച്. എനിക്ക് തോന്നുന്ന ഈ ഒരു ചെറിയൊരു ട്രാക്കർ നമ്മൾ എല്ലാവരും ഉണ്ടാക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ പോലും ഒരു ഫോണിൻ്റെ അകത്ത് ഒരു പോസ്റ്റ് പെയ്ഡ് ഫെസിലിറ്റിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ ലിസ്റ്റ് ആക്കിയിട്ട് ഞങ്ങളുടെ ഒരു വർക്ക് മീറ്റർ എന്നാണ് അതിന് പേരിട്ടുള്ളത്. അത് യൂസ് ചെയ്യുന്നുണ്ടോ, അത് ലോ യൂസ് ആണോ, അപ്പം 2-3 ആഴ്ച കഴിയുമ്പോൾ അത് ലോ യൂസ് ആണെങ്കിൽ അതങ്ങ് കളഞ്ഞേക്കണം, നമുക്കത് വേണ്ട. ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കിയാൽ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളല്ല വേണ്ടത്, യൂട്ടിലൈസ് ചെയ്യുക വേണ്ടെന്നുള്ളത് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് ഡയമണ്ടിന്റെ വിലയുള്ള ഒരു ഉപദേശമാണ്, ഒരു പഠനമാണ് നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ താങ്ക് യു വെരി മച്ച്. ഐ ഹോപ്പ് നമ്മളെല്ലാവരും ഇത് പുതിയ കാര്യങ്ങൾ ചേസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യും എന്നുള്ളത്. താങ്ക് യു പ്രതീഷ്, വെരി ഗുഡ്. യെസ്, താങ്ക് യു. യെസ്, സോ അസറ്റ് ലിവർ നമ്പർ 2. അസറ്റ് ലിവർ നമ്പർ 2. ഞാൻ എപ്പോഴും നോക്കുന്ന ഒരു കാര്യം, എൻ്റെ തോട്ട് പാറ്റേൺ തന്നെ അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എൻ്റെ തോട്ട് ഇതാണ്: ഹൗ ക്യാൻ ഐ മേക്ക് മോർ മണി വിത്തൗട്ട് ഇൻകറിങ് എനി മോർ കോസ്റ്റ്? 1 രൂപ പോലും ചെലവാക്കാതെ എങ്ങനെ എൻ്റെ വരുമാനം കൂട്ടാം? ഇറ്റ്സ് എ തോട്ട് പാറ്റേൺ, ഇറ്റ്സ് എ ന്യൂ തോട്ട് പാറ്റേൺ. ചെലവാക്കാതെ എങ്ങനെ വരുമാനം കൂട്ടാം, ചെലവില്ലാതെ എങ്ങനെ വരുമാനം കൂട്ടാം. ഇതിൽ നിന്നാണ് ഈ പറയുന്ന അസറ്റ് ലിവറുകളൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്. നമുക്ക് പൈസ ഇറക്കി കളിക്കാനാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട്. അത് ആർക്കും ചെയ്യാൻ പറ്റും.
കാശിറക്കി കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെക്കാൾ കാശിറക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരുത്തൻ വന്നു കഴിഞ്ഞാൽ അവന് ഈസി ആയിട്ട് നമ്മളെ വിഴുങ്ങാൻ പറ്റും. അതേസമയം ഇഫ് യു ആർ യൂസിങ് യുവർ ബ്രെയിൻ, ബിക്കോസ് ബിസിനസ് ആഫ്റ്റർ ഓൾ ഇറ്റ്സ് ആൻ ഇന്റലക്ച്വൽ ഗെയിം. ആരാണോ ഈ സാധനം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, ഇതല്ല ഹാർഡ് വർക്ക് അല്ല, ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആരാണോ, സോ ഡു ബിസിനസ് വിത്ത് യുവർ ബ്രെയിൻ, നോട്ട് വിത്ത് യുവർ ഹാൻഡ്. കൈവച്ചല്ല ബിസിനസ് ചെയ്യേണ്ടത്, തല വെച്ച്, തല ഉപയോഗിച്ച് വേണം ബിസിനസ് ചെയ്യാൻ. ആ തല വർക്കാകണമെങ്കിൽ ഒരു ചിന്ത വരണം, ഈ കാര്യം എനിക്ക് എങ്ങനെ പൈസ ഇറക്കാതെ ചെയ്യാം. അപ്പോഴാണ് യൂട്ടിലൈസേഷൻ വരുന്നതും. രണ്ടാമത്തെ അസറ്റായ റിപ്പീറ്റേഷൻ. അസറ്റ് ലിവർ നമ്പർ 2, റിപ്പീറ്റേഷൻ. Repeat successful actions. Repeat successful action. നമ്മളുടെ ഈ ബിസിനസ് തുടങ്ങിയ കാലം തൊട്ട് ഇന്നേക്ക് ഈ നിമിഷം വരെ നമ്മൾ ബിസിനസ്സുകാരെ സംബന്ധിച്ച് നമുക്ക് 2 തരം ഐഡിയാസ് ഉണ്ട്. ഒന്ന് ഗുഡ് ഐഡിയ, 2 ബാഡ് ഐഡിയ. നമുക്കറിയാം 100 കണക്കിന് മണ്ടത്തരങ്ങളുടെ ഇടയിൽ വളരെ കുറച്ച് മാത്രമാണ് ഗുഡ് ഐഡിയാസ് നമുക്ക് കിട്ടാറുള്ളത്. പക്ഷേ ബിസിനസ്സുകാരൻ്റെ ഈ മൈൻഡ് ഉണ്ടല്ലോ, ഈ മൈൻഡ് എന്ന് പറയുന്നത് ഹി ഈസ് ഓൾവേസ് ബിഹൈൻഡ് ന്യൂ ഐഡിയാസ്. അതുകൊണ്ട് തന്നെ ഈ സക്സസ്ഫുൾ ആകുന്ന ആക്ഷൻസ് ഇവരെന്ത് ചെയ്യാറില്ല, റിപ്പീറ്റ് ചെയ്യാറില്ല. സംശയമുണ്ടോ? കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ കണക്കെടുക്കുക. നിങ്ങൾക്ക് സെയിൽസ് കൂടി നിന്നിരുന്ന, റവന്യൂ കൂടിയിരുന്ന, പ്രോഫിറ്റ് കൂടിയിരുന്ന കാലഘട്ടങ്ങൾ ഏതൊക്കെ എന്ന് നോക്കുക. ഓരോ വർഷത്തിലും ചില മാസങ്ങൾ കാണും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തന്ന മാസങ്ങൾ, ഏറ്റവും കൂടുതൽ സെയിൽ നടന്ന സീസണുകൾ എല്ലാ ബിസിനസ്സുകാർക്കും ഇവിടെ ഇരിക്കുന്നവർക്കുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. എന്ത് ചെയ്തപ്പോഴാണ്, എന്ത് ആക്ഷൻ എടുത്തപ്പോഴാണ് എനിക്ക് ആ സെയിൽ കൂടിയത്, എന്ത് ഓഫർ ഇട്ടപ്പോഴാണ് എനിക്ക് ആ സെയിൽ കൂടിയത്, എന്ത് സ്ട്രാറ്റജി കൊണ്ടുവന്നപ്പോഴാണ് എനിക്ക് ആ സെയിൽ കൂടിയത്, എന്തൊക്കെ രീതിയിൽ സെല്ല് ചെയ്തപ്പോഴാണ് എനിക്ക് പ്രോഫിറ്റ് കൂടിയത്, ഏത് പ്രൊമോഷൻ വീഡിയോയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ ലീഡ്സ് വന്നത്, എന്ത് ഹുക്കായിരുന്നു, എന്ത് വേർഡ്, ആ വാക്കായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകളെ ഹുക്ക് ചെയ്ത വാക്ക് എന്തായിരുന്നു ആ സമയത്ത്. വാട്ട് യു ഹാവ് ടു ഡു, ജസ്റ്റ് റിപ്പീറ്റ് ദാറ്റ്. നമ്മളൊരു കാര്യം ചെയ്യുന്നു, അതിൽ നിന്ന് നമുക്കൊരു റിസൾട്ട് കിട്ടുന്നു. ഡു മോർ ഓഫ് ഇറ്റ്. പ്രീമിയം സെല്ലിംഗ് സീക്രട്ട്. ആള് വരുന്നു പ്രീമിയം സെല്ലിംഗ് പഠിക്കാനായിട്ട്, ഭയങ്കര തിരക്ക്. ഐ ഷുഡ് റിപ്പീറ്റ് ദാറ്റ്. പ്രീമിയം സെല്ലിംഗ് സീക്രട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 സീസണിലാണ് അത് ഓടിയത്. കാരണം റിപ്പീറ്റ് വാട്ട് വർക്ക്സ്. എഴുതിക്കോ, റിപ്പീറ്റ് വാട്ട് വർക്ക്സ്. എന്ത് കാര്യം വർക്കൗട്ട് ആകുന്നോ അത് റിപ്പീറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നോക്കിയാൽ മതി. ചില സമയത്ത് നമ്മുടെ ലൈഫിൽ ഭയങ്കര ഗ്രോത്ത് ഉണ്ടായിരിക്കും, ഭയങ്കര നേട്ടങ്ങൾ നമ്മൾ കൊയ്ത സമയം ഉണ്ടായിരിക്കും. ആ സമയത്തെ എടുത്ത് ഡൈസെക്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ സമയങ്ങളിൽ ഞാൻ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവും ആ സമയങ്ങളിൽ ഞാൻ ഇത്ര മണിക്ക് എഴുന്നേക്കുമായിരുന്നു, ആ സമയങ്ങളിൽ ഞാൻ ഓടാൻ പോകുമായിരുന്നു, ആ സമയങ്ങളിൽ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമായിരുന്നു, ആ സമയങ്ങളിൽ ഞാൻ നല്ല ആളുകളുമായിട്ട് സമ്പർക്കം ഉണ്ടായിരുന്നു, ആ സമയങ്ങളിൽ ഞാൻ പഠിക്കുമായിരുന്നു, ആ സമയങ്ങളിൽ ഞാൻ ഇന്ന കാര്യങ്ങളായിരുന്നു ചെയ്തിരുന്നത്. ആ സമയത്താണ് എന്നിൽ ട്രാൻസ്ഫോർമേഷൻ വന്നത്, ആ സമയത്താണ് എന്നിൽ മാറ്റം വന്നത്, ആ സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് വന്നത്. Then why you stop it? എന്തിനു നിർത്തി? എന്നിട്ട് ഇന്നിരുന്ന് കരയുക. അത് തിരിച്ചു വരണോ? റിപ്പീറ്റ് ദാറ്റ് ആക്ഷൻ. ഏത് ലൈഫ് ടൈം പാറ്റേണിലാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായിട്ടുള്ളത്, ഏറ്റവും എനർജറ്റിക് ആയിട്ടിരുന്നത്, ആ ആക്ഷൻ റിപ്പീറ്റ് ചെയ്യുക, ആ ദിവസത്തെ റീക്രിയേറ്റ് ചെയ്യുക. വേറൊന്നും ചെയ്യണ്ട, പുതിയതൊന്നും കണ്ടുപിടിക്കണ്ടെന്നേ. റിപ്പീറ്റ് വാട്ട് വർക്ക്സ്.
കേൾക്കുമ്പോൾ ഭയങ്കര എളുപ്പമാ, പക്ഷെ ചെയ്യില്ല. കാരണം ബിസിനസ്സുകാരൻ എപ്പോഴും പുതിയ 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 കാര്യങ്ങൾ ചെയ്യണം. പ്രത്യേകിച്ച് ഒരു റീസൺ എന്തിനാ അത് നിർത്തിയേ, ആ ഓഫർ എന്താ റോഹിത് ചേട്ടാ നിർത്തിയ, അല്ല അങ്ങനെയൊന്നും ഇല്ല. ദെൻ വൈ? ആ പ്രൊമോഷൻ നല്ല രീതിയിൽ പോകുന്നില്ലായിരുന്നു, ഉണ്ടായിരുന്നു. ആ വെബിനാർ എന്ന് പറയുന്ന സിസ്റ്റം നല്ല രീതിയിൽ റിസൾട്ട് തരുന്നില്ലായിരുന്നു, ഉണ്ടായിരുന്നു. പിന്നെ എന്തിനാ നിർത്തിയ? അല്ല അത് കോവിഡ് കഴിഞ്ഞില്ലയോ, സോ വാട്ട്? എന്താ നിർത്തിയേ? ഒന്നുമില്ല പ്രത്യേകിച്ച്. നമുക്ക് ബോറടിച്ചു തുടങ്ങി. I stopped. Why? I don't know. Just because we get bored. പുതിയതൊന്നും ചെയ്തില്ലെങ്കിൽ വിഷണറി അല്ലാതായാലോ? ഏതാ വിഷണറി എന്ന് പറഞ്ഞാൽ എന്നും പുതിയ കാര്യം ചെയ്താലല്ലേ ഞാൻ വിഷണറി ആവത്തുള്ളൂ. എന്താടോ കിങ്സ് ക്ലബ്? ജസ്റ്റ് റിപ്പിറ്റേഷൻ. 2020 കോവിഡ് സമയത്ത് തുടങ്ങിയ അതേ സാധനം ഇന്നും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു മാറ്റവും ഇല്ലാതെ. അതേ രീതിയിൽ ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. റിപ്പീറ്റ് ഓൾ യുവർ സക്സസ്ഫുൾ ആക്ഷൻ. പ്ലീസ് റിപ്പീറ്റ് ഓൾ യുവർ സക്സസ്ഫുൾ ആക്ഷൻസ്. സോ മൈ ടീം എഴുതിക്കോ, ബോറിംഗ് ഈസ് ഗുഡ് ഇൻ ബിസിനസ്. ബോറിംഗ് ഈസ് ഗുഡ് ഇൻ ബിസിനസ്. ബോറിംഗ് അടിപൊളിയാണേ, സൂപ്പറാന്നേ. അപ്പൊ നമ്മുടെ ബിസിനസ് എങ്ങനെയായിരിക്കണം? പ്രോഫിറ്റബിളും ആയിരിക്കണം, ബോറിംഗും ആയിരിക്കണം. ബിസിനസ് എങ്ങനെയായിരിക്കണം? പ്രോഫിറ്റബിളും ആയിരിക്കണം. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷുഡ് ബി ബോറിംഗ്. കഴിഞ്ഞ അഞ്ചാമത്തെ വർഷം, 5.5 വർഷം ആകുന്നു. എവറി ഡേ ദ സെയിം. 4 മണിക്ക് എഴുന്നേൽക്കുന്നു, 5 മണിയുടെ ക്ലാസ്സിൽ കയറുന്നു, 6:15 തീർക്കുന്നു. അത് കഴിഞ്ഞ് കിങ് മേക്കേഴ്സിൽ കയറുന്നു, 7 മണിയാകുമ്പോൾ എൻ്റെ പരിപാടി തീരുന്നു. 5 തൊട്ട് 7 വരെ 2 മണിക്കൂർ. ഇത് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ 5 വർഷമായിട്ട് എൻ്റെ പരിപാടി. പിന്നെ ഒരു 45 ദിവസം ഇരിക്കാലോ, ഒരു 1 ഡേ പ്രോഗ്രാമോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ വെബിനാറോ, അത്രേ ഉള്ളൂ. എന്തൊരു അറുബോറം പരിപാടിയാണെന്നറിയോ എൻ്റെത്. അറുബോറം പരിപാടി. ഈ 2 മണിക്കൂർ പഠിപ്പിക്കാൻ വേണ്ടി പിന്നെ 10 മണിക്കൂർ പോയിരുന്ന് പഠിക്കുക. എന്തൊരു ബോർ പരിപാടിയാണെന്നറിയോ. ബട്ട് ഈ ബോറിലാണ് എൻ്റെ പ്രോഫിറ്റ് ഇരിക്കുന്നത്, ഈ ബോറിങ്ങിലാണ് എൻ്റെ ലൈഫ് ഇരിക്കുന്നത്. എന്തൊക്കെ കാര്യം ബിസിനസ്സിൽ നിങ്ങൾക്ക് ബോറടിക്കുന്നോ ആ ബോറിംഗ് പാർട്ടിൽ ഇരിക്കുകയാണ് നിങ്ങളുടെ പ്രോഫിറ്റ്. ആ ബോറ് ബിസിനസ്സിൽ ഉള്ളത് കൊണ്ടാണ് ലൈഫ് എക്സൈറ്റഡ് ആകുന്നത്. ലൈഫിൽ എക്സൈറ്റ്മെന്റ് കൊണ്ടുവരാൻ പറ്റുന്ന എന്തുകൊണ്ടാ? ബിസിനസ് ബോറിംഗ് ആയതുകൊണ്ടാ. ബിസിനസ്സിൽ എക്സൈറ്റ്മെന്റ് വേണ്ട. എക്സൈറ്റ്മെന്റിന്റെ പുറകിന് പോകുമ്പോഴാ പുതിയ ബ്രാഞ്ച് ഇടാൻ പോകുന്നേ, പുതിയ കട തുടങ്ങാൻ പോകുന്നേ, പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ പോകുന്നേ, ഈ പുതിയത്. ഇറ്റ്സ് നോട്ട് ബിഗർ, തിങ്ക് അബൌട്ട് ബെറ്റർ. വലുതിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, മികച്ചതിനെ കുറിച്ച് ചിന്തിക്കണം. തിങ്ക് ബെറ്റർ, നോട്ട് ബിഗർ. മേക്ക് ഇറ്റ് ബെറ്റർ. എന്ത് കാര്യം ബെറ്റർ ആക്കണോ, എന്തേ ചെയ്യാൻ പറ്റൂ? യു ഹാവ് ടു റിപ്പീറ്റ്. റിപ്പീറ്റഡ് ആയി ചെയ്യുന്ന കാര്യം മാത്രമേ ബെറ്റർ ആക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഈ നിന്ന് സംസാരിക്കുന്നില്ലേ, ഒരു വാക്ക് പോലും ഇടറാതെ, ഒരു വാക്ക് പോലും തപ്പാതെ. ഇത് എങ്ങനെ ഇവിടേക്ക് എത്തിയത്? ബിക്കോസ് ഓഫ് റിപ്പീറ്റേഷൻ. ഐ റിപ്പീറ്റഡ് മൈ ആക്ഷൻ. സോ വി ഡോണ്ട് നീഡ് എക്സൈറ്റ്മെന്റ് ഇൻ അവർ ബിസിനസ്. വി നീഡ് പ്രോഫിറ്റ്. ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കി പുറത്തു പോയി എക്സൈറ്റ്മെന്റ്. എവിടാന്ന് വെച്ചാൽ ടൂർ പോയിക്കോ, ഫാമിലി ആയിട്ട് എവിടെങ്കിലും പോയിക്കോ, എന്ത് വേണേലും ചെയ്തു. എക്സൈറ്റ്മെന്റ് ഔട്ട്സൈഡ്, നോട്ട് ഇൻസൈഡ്. കഴിഞ്ഞ ഒരാഴ്ചക്ക് മുന്നേ നിർത്തിയിട്ട് പോയ അതേ രീതി തന്നെ ഇന്ന് രാവിലെ തുടങ്ങിയിരിക്കുന്നത്. ബിസിനസ് ബോറിംഗ്, ആബ്സല്യൂട്ട് ബോറിംഗ് തിങ്. എന്തെങ്കിലും മാറ്റമുണ്ട്? ആ ഷർട്ടിന് പോലും മാറ്റമില്ല, ഒന്നും മാറില്ല, മാറരുത്. Because we are doing business. കിങ്സ് ക്ലബിൽ അത് വർക്കൗട്ടായി, അപ്പൊ അത് കിങ് മേക്കേഴ്സിൽ കൊണ്ടുവന്നു, അതിൽ വർക്കൗട്ടായി, അത് ഇൻവെസ്റ്റേഴ്സ് ക്ലബിൽ കൊണ്ടുവന്നു, അതിൽ വർക്കൗട്ട് ആകും, അത് 1% ക്ലബിൽ കൊണ്ടുവരും. സോ റിപ്പീറ്റ് വാട്ട് വർക്ക്സ്. കൊക്കക്കോള 1886 കണ്ടുപിടിച്ച സാധനമാണ് കൊക്കക്കോള.
6 തവണ ഇതിന്റെ കുപ്പിയുടെ ഷേപ്പ് മാറ്റി എന്നുള്ള അല്ലാതെ ഇന്ന് വരെ അവർ അതിന്റെ ടേസ്റ്റ് മാറ്റാൻ നിന്നിട്ടില്ലെന്നേ. ഒരൊറ്റ പേറ്റന്റ് 1886 മുതൽ കഴിഞ്ഞ 140 വർഷമായിട്ട് ഒരൊറ്റ പ്രൊഡക്റ്റ് ഒരു തവണ പോലും പരീക്ഷണം നടത്താതെ ആകെ മാറ്റിയത് 6 തവണ. 140 വർഷത്തിനിടയ്ക്ക് 6 തവണ കുപ്പിയുടെ ഷേപ്പ് മാറ്റി, വേറൊന്നും മാറ്റിയില്ല. കാരണം 1886 ഈ സാധനം ഉണ്ടാക്കി കൊടുത്തപ്പോൾ ആളുകൾക്കെല്ലാം വേണം. ദെൻ വൈ ഷുഡ് ദേ ചേഞ്ച്? 1950 ആളുകൾക്ക് അത് വേണം, 2000 ആളുകൾക്ക് അത് വേണം, 2025 അത് വേണം. ദെൻ വൈ ഷുഡ് ദേ ചേഞ്ച്? മാർക്കറ്റിന് ബോറടിക്കുന്നില്ല, പിന്നെ നമുക്കെന്തിനാ ബോറടി? They haven't changed a damn thing. ഒന്നും മാറ്റിയിട്ടില്ല. 1967 കണ്ടുപിടിച്ചതാണ്, ആദ്യമായിട്ട് ഇറക്കിയതാണ് ബിഗ് മാക്. മെക്ഡൊണാൾഡ്സിന്റെ അകത്തെ ബിഗ് മാക് ഇന്നും സെയിം. They haven't changed a damn thing. കഴിഞ്ഞ 6 മാസത്തിൽ എത്ര തവണ നിങ്ങളുടെ പ്രൊഡക്റ്റിൽ മാറ്റം വരുത്തിയിടൂ? എത്ര തവണ നിങ്ങൾ അതിന്റെ ഫീച്ചേഴ്സ് കൂട്ടാനും കുറയ്ക്കാനുമായിട്ട് നിങ്ങൾ മെനക്കെട്ടിട്ടുണ്ട്? എന്തിന്? ആരാവശ്യപ്പെട്ടു? ക്ലയന്റ് ആവശ്യപ്പെട്ടോ? നോ. ജസ്റ്റ് ബിക്കോസ് യു ഗെറ്റ് ബോർഡ്. നിങ്ങൾക്ക് ബോറിംഗ് ആയി. മെക്ഡൊണാൾഡ്സ് പുതിയ 10 ബർഗറിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. They haven't tried any new damn thing. ഒരൊറ്റ സാധനം വിൽക്കാൻ 10 ഡിഫറെന്റ് മെത്തേഡ്സ് അവർ കണ്ടുപിടിച്ചു, അല്ലാതെ വേറൊന്നും അവർ ചെയ്തിട്ടില്ല. സോ യു ഹാവ് ടു ഫൈൻഡ് യുവർ കീ ബിസിനസ്. ദിസ് ഈസ് ദ സീക്രട്ട്. വാട്ട് ഈസ് യുവർ കീ ബിസിനസ്? വാട്ട് ഈസ് യുവർ കീ ബിസിനസ്? ഫൈൻഡ് ഇറ്റ് ആൻഡ് റിപ്പീറ്റ്. നിങ്ങളുടെ കീ ബിസിനസ് കണ്ടുപിടിക്കുക. അത് ചിലപ്പോൾ ഒരൊറ്റ പ്രൊഡക്റ്റ് ആയിരിക്കും. നമ്മളുടെ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ റെസ്റ്റോറൻറ്റുകൾ മെക്ഡി പോലെ ആകാത്തെ, പിസ്സ ഹട്ട് പോലെ ആകാത്തെ, KFC പോലെ ആകാത്തെ? KFCയിൽ ചെന്നാൽ എന്താ? ഒറ്റ ഐറ്റം ഫ്രൈഡ് ചിക്കൻ, അതിന്റെ ഡിഫറെന്റ് ഫ്ലേവർ, ഡിഫറെന്റ് വേർഷൻസ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ക്വാണ്ടിറ്റി, ഇത്രയേ ഉള്ളൂ. ഒരിടത്ത് ലെഗ് പീസ് മാത്രമാണെങ്കിൽ അടുത്തതിൻ്റെ അകത്ത് വരുന്നത് തൈസ് മാത്രമായിരിക്കും, അടുത്തതിൽ വരുന്ന ബ്രസ്റ്റ് മാത്രമായിരിക്കും, അടുത്തതിൽ വരുന്ന മിക്സഡ് ആയിരിക്കും. പ്രൊഡക്റ്റ് ഈസ് ദ സെയിം. പിസ്സ ഹട്ട് ടോപ്പിങ്സ് മാത്രമേ മാറുന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. ഒരെണ്ണത്തിൻ്റെ അകത്ത് ചില്ലി ചിക്കൻ ഇടുമായിരിക്കും, ഒരെണ്ണത്തിൻ്റെ അകത്ത് ക്യാപ്സിക്കം ഇടുമായിരിക്കും, ഒരെണ്ണത്തിൻ്റെ അകത്ത് ടൊമാറ്റോ ഇടും, അടുത്തതിൽ ഇടത്തില്ല. പുതിയ പ്രൊഡക്റ്റായി. ദേ ആർ ജസ്റ്റ് റിപ്പീറ്റിംഗ് ദ സെയിം. അതേസമയം നമ്മളുടെ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നാലോ, പൊറോട്ടയുണ്ട്, ഇടിയപ്പമുണ്ട്, പുട്ടുണ്ട്, ചായയുണ്ട്, ഇലയടയുണ്ട്. വാട്ട് ഈസ് യുവർ കീ ബിസിനസ്? ഞങ്ങളുടെ ചായക്കടയാണ് സാർ. എടാ, നിന്റെ കീ ബിസിനസ് എന്താ? അല്ല, ഇതെല്ലാം കൂടി ഇല്ലെങ്കിൽ എങ്ങനെ? എടാ, ഇന്ന് വരെ പിസ്സ ഹട്ടിൽ വരുന്നവന് ചായ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ ചായ അടിക്കാൻ ആളിനെ നിർത്തിയിട്ടില്ലെന്നേ. നിനക്ക് ചായ കൊടുക്കുന്നതിൽ ലാഭം ഇല്ലെങ്കിൽ കൊടുക്കരുത്. ബിസിനസ്സിൽ ലാഭമില്ലാത്ത ഒന്നും ചെയ്യരുത്. ചിലരുടെ വിചാരം ഇതിൽ ഇച്ചിരി നഷ്ടം വന്നാലും മറ്റേതിൽ പിടിക്കാലോ. പിടിച്ചതൊക്കെ എന്നിട്ട് എന്തേ? ഒന്ന് കാണിച്ച്. ഈ സെയില്, ഈ ഓർഡറിൽ ഇച്ചിരി റേറ്റ് കുറച്ച് കൊടുത്താലും അടുത്തത് കിട്ടും സാറേ, ഫ്യൂച്ചർ ഓർഡർ. അയ്യോ, കിട്ടിയല്ലോ അല്ലേ? പർച്ചേസിലിരിക്കുന്നവന്മാർ ഉടായിപ്പ് ഡയലോഗാ അത്. ഇതൊന്ന് കുറച്ച് അടുത്തത് വലിയ പ്രൊജക്ട് വരുന്നുണ്ട്. വലിയ പ്രൊജക്ട് കിട്ടിയല്ലോ അല്ലേ? ഇവിടെ സിനിമകൾ നോക്കുക. മെയ് 29 കരാട്ടെ കിഡ് 11ാമത്തെ വേർഷനും കണ്ട് ഇറങ്ങാൻ പോകുന്നത്. സെയിം തിങ്, സെയിം ജാക്കിച്ച്, സെയിം. നത്തിങ് ഈസ് ഗോയിങ് ടു ചേഞ്ച്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഓരോ 2 വർഷത്തിലും ഓരോ പുതിയത് വന്നുകൊണ്ടിരിക്കുക. ഒറ്റ തീം. ധൂം 1, 2, 3. ദൃശ്യം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, ദാണ്ട് അടുത്ത 3. കാരണം 1 ഇറക്കിയപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു, ദേ ജസ്റ്റ് റിപ്പീറ്റ്. ബാഹുബലി 1 ഇറക്കിയപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു, റിപ്പീറ്റ്. KGF 1 ഇറക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു, 2 ഇറക്കിയപ്പോൾ വീണ്ടും ഇഷ്ടപ്പെട്ടു, 3. ആട് 1 ഇറക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു, 2 ഇറക്കിയപ്പം ഷാജി പാപ്പനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, 3 ഇതാ ഇന്നലെ അനൗൺസ് ചെയ്തു. ജസ്റ്റ് റിപ്പീറ്റ് വാട്ട് വർക്ക്സ്. മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന എഴുത്തുകാരന്
ഈ സംവിധായകനും എന്ത് എളുപ്പമാണ് കാര്യം. വിജയ് ബാബു എന്ന് പറയുന്ന പ്രൊഡ്യൂസറിന്റെ, ജയസൂര്യ എന്ന് പറയുന്ന നടന് തീം ഈസ് ഓൾറെഡി സെറ്റ്. ലൂസിഫർ വർക്കൗട്ടായി, എമ്പുരാൻ ഇൻഡസ്ട്രി ഹിറ്റ്. വൈ? റിപ്പിറ്റേഷൻ. ഈ ലോകത്ത് നടക്കുന്ന ഏത് കാര്യം നോക്കിയാലും, ഏതൊക്കെ മാസ് സക്സസ് ഉണ്ടായ കാര്യം നോക്കിയാലും, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് റിപ്പിറ്റേഷൻ. ദാസേട്ടൻ എങ്ങനെ ഇന്നത്തെ ദാസേട്ടനായി? റിപ്പിറ്റേഷൻ. ദാസേട്ടന് ബോറടിക്കത്തില്ലെന്നേ പാട്ടുപാടി. ലാലേട്ടന് ബോറടിക്കുന്നില്ല. ഇപ്പോഴും എല്ലാരും ചോദിക്കും, ഈ ലാലേട്ടനും മമ്മൂക്കായ്ക്കും ഒന്നും വേറെ പണിയില്ലയോ? ഇന്നലെ ഞാൻ കണ്ടത് തുടരും സിനിമ. ഉഫ്, ലാലേട്ടനെ നമിച്ചു, ഒന്നും പറയാനില്ല. എന്തിനാണ് ആ മനുഷ്യൻ ഇപ്പോഴും അത് ചെയ്യുന്നത്? പൈസയ്ക്ക് വേണ്ടിയാ? ഡു യു തിങ്ക് ഇറ്റ്സ് ഫോർ മണി? നോ. റിപ്പിറ്റേഷൻ. ഇനി അത് ചെയ്യാതിരിക്കുക. ഇറ്റ് ബിക്കംസ് എ ഹാബിറ്റ് ഫോർ ഹിം, ബിക്കോസ് റിപ്പിറ്റേഷൻ ഹാസ് ബിക്കം എ ഹാബിറ്റ് ഫോർ ദം. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ വീട്ടിൽ കയറിയിരിക്കുക, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. എവറി ഡേ ഐ എം വിത്ത് മൈ ലാപ്ടോപ്പ്. ഒരു ദിവസം പോലും ഇല്ല ഞാൻ പഠിക്കാത്ത, ഒറ്റ ദിവസം പോലും ഇല്ല. കാരണം എന്താ? ഇറ്റ് ബിക്കംസ് എ ഹാബിറ്റ്. പ്ലീസ് റിപ്പീറ്റ് വാട്ട് വർക്ക്സ്. CBI ഡയറി കുറിപ്പ് 1 2 3 4 5. അതാണ്ട് ഇപ്പൊ അടുത്ത SL അടുത്ത് എഴുതിക്കൊണ്ടിരിക്കുക. പുഷ്പ 1 2, അടുത്ത 3. ഇന്ത്യൻ 1 2. റിപ്പീറ്റ് വാട്ട് വർക്ക്സ്. 2021 നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സെയിൽ നടന്നെങ്കിൽ ആ സെയിൽസ് നടക്കാനുള്ള സ്ട്രാറ്റജി കണ്ടുപിടി. അന്ന് എന്ത് ചെയ്തപ്പോഴാണ് നിങ്ങൾക്ക് കച്ചവടം കൂടിയത്? എന്ത് ചെയ്തപ്പോഴാണ് എനിക്ക് വീട് വെക്കാൻ പറ്റിയത്? എന്ത് ചെയ്തപ്പോഴാണ് എനിക്ക് കാറ് മേടിക്കാനുള്ള കാശ് കിട്ടിയത്? എന്ത് ചെയ്തപ്പോഴാണ് എന്റെ കടം വീട്ടാൻ പറ്റിയത്? റിപ്പീറ്റ് ദാറ്റ്. ജസ്റ്റ് റിപ്പീറ്റ് ദാറ്റ്. സോ പുതിയതിന്റെ പിന്നാലെ അല്ല നമ്മളുടെ ക്രിയേറ്റിവിറ്റിയെ കൊണ്ടുപോകേണ്ടത്. ചാനൽ യുവർ ക്രിയേറ്റിവിറ്റി ഫോർ ഒപ്റ്റിമൈസേഷൻ. വളരെ പാടാണ്. ഈ ഒരു ഗുഡ് ഐഡിയ കിട്ടുക എന്ന് പറയുന്നത് വളരെ പാടാണ്. ഒരു തവണ ഒരു ഐഡിയ ഗുഡായി കിട്ടിയാൽ, വാട്ട് യു ഹാവ് ടു ഡു? കരിമ്പും ജ്യൂസ് പോലെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. നമുക്ക് റിപ്പീറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സുകാരുടെ ഒരു മൈൻഡ് സെറ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണിത്. നമുക്ക് എപ്പോഴും നമ്മൾ എന്താന്ന് പറയുക, പുതിയ കാര്യത്തിന്റെ പുറകെയാണ് നമ്മൾ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും പല കാര്യങ്ങളും നമ്മളൊരു ബ്രേക്ക് ഇവൺ പോയിന്റ് എത്തിക്കഴിഞ്ഞ് ഒരു ജസ്റ്റ് പ്രോഫിറ്റിലേക്ക് കടക്കുമ്പോഴേക്കും നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പെട്ടെന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് അതിന്റെ എക്സൈറ്റ്മെന്റ് നമ്മുടെ തീരും, നമ്മൾ അടുത്ത കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പം ഇത് വലിയൊരു പ്രശ്നമാണ്. അപ്പൊ സാറ് നേരത്തെ പഠിപ്പിച്ചിട്ടുള്ള നമ്മൾ ഈ വിഡ്ത്തും ഡെപ്തും ഉള്ള ആ കോണ്ടസ്റ്റ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് ചിന്തിക്കണം. അതായത് നമ്മൾ പലപ്പോഴും വിഡ്ത്തിലാണ് നമ്മുടെ ബിസിനസ് എപ്പോഴും സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത്. അതായത് ഒരു പരന്ന ബിസിനസ് ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ പലപ്പോഴും നോക്കുന്നത്. ആഴമുള്ള ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്താ പറയുക, റിയൽ ആയിട്ടുള്ള പ്രോഫിറ്റ് അതിനുള്ളിലാണ് ഇരിക്കുന്നത്. അപ്പം ആഴമുള്ള ബിസിനസ് ഉണ്ടാക്കണമെങ്കിൽ എപ്പോഴും റിപ്പീറ്റേഷൻ ആവശ്യമുണ്ട്. ഞാനപ്പം എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. അതായത് എനിക്ക് വർക്കായിട്ടുള്ള ഒരു കാര്യമാണ് വെബിനാർ എന്ന് പറയുന്നത്. ആദ്യം മോശമായിരുന്നു, പിന്നെ അത് വർക്കായി, പിന്നെ വളരെ സക്സസ് ആയി. ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം സത്യം പറഞ്ഞാൽ അതിൽ ബോറിംഗ് ഉണ്ട്, എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. എപ്പോഴും എല്ലാ ആഴ്ചയിലും ഉണ്ട്, പുതിയ കാര്യങ്ങൾ ചെയ്യുന്നില്ല. പക്ഷെ അത് വളരെയധികം സക്സസ് ആയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും പല ആളുകളുടെയും ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, പുതിയ കാര്യം ചെയ്യാനുള്ള ത്വരകളുണ്ടാവും. അതായത് പുതിയ ബ്രാഞ്ച് ഇട്ടില്ലേ എന്നൊരാൾ ചോദിക്കുമ്പം ഉടനെ നമുക്ക് നമ്മുടെ ഈഗോ അവിടെ വർക്കൗട്ട് ആവും, ബ്രാഞ്ച് പുതിയത് ഇടണം എന്നുള്ളതിനെ പറ്റി ചിന്തിക്കും. അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പലതും ചോദിക്കുമ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പം റിപ്പീറ്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം എപ്പോഴും നമ്മൾ എക്സ്പെർട്ടൈസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൂളാണ്. നമ്മൾ ഏത് കാര്യമാണോ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്, ആ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ കോമ്പറ്റീറ്ററുടെ മുന്നിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എഡ്ജ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് നമ്മൾ ഉപയോഗിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കണം. ഈ റിപ്പീറ്റ് ചെയ്യാതെ നമ്മൾ ഒരു കാര്യം ആദ്യം ചെയ്യുമ്പം എപ്പോഴും നമ്മുടെ മുന്നിൽ സഞ്ചരിക്കുന്ന കോമ്പറ്റീറ്റേഴ്സ് ധാരാളം ഉണ്ടാവും. അപ്പം എന്താണ് സാർ ഇപ്പൊ പറഞ്ഞ ഈ ഒരു പോയിന്റ് വളരെയായിട്ട് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത് തോന്നി. നമ്മുടെ കോർ ബിസിനസ് എന്താണെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആ കീ ബിസിനസ്സിനുള്ളിൽ നമ്മൾ ഡെപ്തിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത്. 100 കാര്യങ്ങളുടെ പുറകെ പോവാതെ, എന്താ പറയുക, 2 മുയലിനെ ഒരേ സമയം പിടിക്കാൻ ശ്രമിച്ചാൽ ഒന്നിനെയും കിട്ടില്ല എന്ന് പറയുന്ന പോലെ ഒരു കാര്യത്തിൽ നമ്മൾ ആഴത്തിൽ ശ്രമിക്കുക.
ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി നമുക്ക് ഈ റിപ്പീറ്റേഷന്റെ മുകളിലേക്ക് ഫോക്കസ് ചെയ്യണം. നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ ഡെപ്തിൽ കൊണ്ടുപോകാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമ്പർ 1 ആവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. താങ്ക് യു റോഹിത് ചേട്ടൻ. അപ്പം റോഹിത് ചേട്ടൻ പറഞ്ഞ ഏറ്റവും അട്രാക്റ്റഡ് ആയിട്ട് എന്ന് പറഞ്ഞ ആ ഒരു സാധനം നമ്മുടെ കോർ ബിസിനസ്. വാട്ട് ഈസ് അവർ കോർ ബിസിനസ്? എങ്ങനെയാണ് അത് കണ്ടെത്തുന്നത്? നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിൽ ഏറ്റവും നന്നായിട്ട് വർക്കൗട്ടായ പാസ്റ്റ് പ്രൊഡക്റ്റ് ഏതാണ് എന്ന് നോക്കുക, ഓർ സർവീസ്. നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ റീച്ച് കിട്ടിയ, ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യപ്പെട്ട, ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായ, ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് തന്ന ആ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് ഏതൊക്കെ? യുവർ പാസ്റ്റ് പ്രൊഡക്ട്സ് ഓർ സർവീസസ്. അന്ന് ആ സെയില് നടക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് യുവർ പാസ്റ്റ് പ്രൊമോഷൻസ്. യുവർ പാസ്റ്റ് പ്രൊമോഷൻസ്. അത് ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അന്ന് നമുക്ക് യൂട്യൂബിൽ നമ്മൾ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടായിരുന്നു, അല്ലെ നമ്മുടെ ലാൻഡിങ് പേജ് അന്ന് നല്ല രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ നല്ല രീതിയിൽ അന്ന് കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ഇടുന്നുണ്ടായിരുന്നു. അന്നേരമാണ് എനിക്ക് ആ റിസൾട്ട് കിട്ടിയത്, യുവർ പാസ്റ്റ് പ്രൊമോഷൻസ്. അന്ന് നമ്മൾ ചില സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിരുന്നു, യുവർ പാസ്റ്റ് സ്ട്രാറ്റജീസ്, ഏറ്റവും സക്സസ്ഫുൾ ആയി നിന്ന സ്ട്രാറ്റജീസ്. അന്ന് കസ്റ്റമേഴ്സിനെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത യുവർ പാസ്റ്റ് ഓഫറുകൾ. അത് ചിലപ്പം ചില ഒരു ഡിസ്കൗണ്ട് കൊടുത്തതാകാം, അല്ലെങ്കിൽ ഒരു പേയ്മെന്റ് ടേംസ് കൊടുത്തതാകാം, അതല്ലെങ്കിൽ ഒരു ബണ്ടിൽ കോംബോ ഓഫർ കൊടുത്തതാകാം, അല്ലെങ്കിൽ ഒരു 1 ഡേ ഓഫർ കൊടുത്തതാകാം. അന്ന് അത് കൊടുത്തത് റമദാൻ ഓഫർ എന്ന് പറഞ്ഞാണെങ്കിൽ ഇന്നത് മാറ്റി വിഷു ഓഫർ ആക്ക്, അത്രേ ഉള്ളൂ. പേര് മാത്രം മാറ്റിയാൽ മതി. ഓണം ഓഫർ, ക്രിസ്മസ് ഓഫർ, ന്യൂ ഇയർ ഓഫർ, ആനിവേഴ്സറി ഓഫർ, ലിമിറ്റഡ് എഡിഷൻ ഓഫർ, 365 ഡേയ്സ് നമുക്ക് ഓഫർ കൊടുക്കാൻ പറ്റും. അന്ന് വിജയിച്ച യുവർ പാസ്റ്റ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്, യുവർ പാസ്റ്റ് പ്രൊമോഷൻസ്, യുവർ പാസ്റ്റ് സ്ട്രാറ്റജീസ്, യുവർ പാസ്റ്റ് ഓഫേഴ്സ്, ഇതിൽ നിന്ന് കിട്ടും നിങ്ങളുടെ കോർ ബിസിനസ്. ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ദാറ്റ് ആൻഡ് റിപ്പീറ്റ്. അത് കണ്ടെത്തുക, അത് റിപ്പീറ്റ് ചെയ്യുക. ഇറ്റ്സ് സിമ്പിൾ ആസ് ദാറ്റ്. ചെയ്യില്ല, കാരണം എന്താ? വി നീഡ് ന്യൂ, പുതിയത് വേണം. നമ്മുടെ കയ്യിൽ ഈ സക്സസ്ഫുള്ളായി നമ്മൾ ചെയ്ത ഐഡിയാസ് ഉണ്ടല്ലോ, അതും ഒരു അസറ്റാ. അവർ പാസ്റ്റ് സക്സസ്ഫുൾ ഐഡിയാസ് ആർ ഓൾസോ അവർ ബിസിനസ് അസറ്റ്. ലേൺ ടു യൂട്ടിലൈസ് ദാറ്റ്. അതൊരു പ്രൊഡക്റ്റിന്റെ രൂപത്തിലാകാം, അതൊരു പ്രൊമോഷന്റെ രൂപത്തിലാകാം, അതൊരു സ്ട്രാറ്റജിയുടെ രൂപത്തിലാകാം, അതൊരു ഓഫറിന്റെ രൂപത്തിലാകാം. നമ്മുടെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്. നമുക്ക് എന്താ വേണ്ടത്? നമ്മളത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, വിജയിപ്പിച്ചിട്ടുണ്ട്, ആളുകൾ അത് സ്വീകരിച്ചിട്ടുണ്ട്. വിത്തൗട്ട് എനി റീസൺ വി ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. അത് ചിലപ്പോൾ ഒന്ന് റീപാക്ക് ചെയ്താൽ, ഒന്ന് റീനെയിം ചെയ്താൽ, ഒന്ന് പേര് മാറ്റിയിട്ടാൽ, ഒന്ന് റീഇൻട്രൊഡ്യൂസ് ചെയ്താൽ, ഒന്ന് റീലോഞ്ച് ചെയ്താൽ, യു ക്യാൻ സെൽ ഇറ്റ് അഗെയിൻ. യു ക്യാൻ സെൽ ഇറ്റ് അഗെയിൻ. ചിലപ്പോൾ നമ്മൾ അതിന്റെ മോഡൽ ഒന്ന് മാറ്റുമായിരിക്കും, ചിലപ്പോൾ അതിന്റെ സൈസ് ഒന്ന് മാറ്റുമായിരിക്കും, ചിലപ്പോൾ കളർ ഒന്ന് മാറ്റുമായിരിക്കും, ബട്ട് ദ സെയിം തിങ് യു ക്യാൻ സെൽ ഇറ്റ് അഗെയിൻ. യു ക്യാൻ സെൽ ഇറ്റ് അഗെയിൻ. മാർക്കറ്റിനല്ലടോ ബോറടിക്കുന്നത്, നമുക്കാ. സെയിം മെസ്സേജ് ഇങ്ങനെ സെയിം കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോ വേറെ ആർക്കും അല്ല ബോറടിക്കുന്നത്, നമുക്കാ. ബട്ട് സീ, Coca-Cola is saying the same thing for decades. നൂറ്റാണ്ടുകളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഐഫോൺ ഒരു വർഷത്തിൽ ഒരൊറ്റ മോഡൽ. ഐഫോൺ 10 വർക്കൗട്ടായി, 11 ഇറക്കി, 12 ഇറക്കി, 13 ഇറക്കി, 14 ഇറക്കി, 15 ഇറക്കി, 16 ഇറക്കി, അടുത്ത 17 ഇറക്കാൻ പോകുന്നു അടുത്ത മാസം. സെയിം തിങ്. അറ്റ് ദ സെയിം ടൈം ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സ് സാംസങ് 250 മോഡൽ ഇറക്കിയിട്ടുണ്ട് ഈ പീരീഡിൽ. ബട്ട് ഐഫോൺ 5 മോഡൽ. കഴിഞ്ഞ 5 വർഷത്തിൽ 5 പ്രൊഡക്റ്റ്, അതും സെയിം തിങ്. ഒന്നും ചെയ്തില്ല. They will not change anything that works.
ഈ മോഡൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. ദെൻ വൈ ഷുഡ് ദേ ചേഞ്ച്? വൈ ഷുഡ് ദേ ചേഞ്ച്? When something is accepted in the market, why should they change? Repeat what works.